ഗസയുടെ അവസ്ഥയും ഗസയുടെ സാഹചര്യവും എല്ലാം തന്നെ സമാധാനപൂർണമായ സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, അന്ത്യദിനം സംഭവിക്കുകയില്ല ഹത്താ യുഖാതിലൽ മുസ്ലിമൂനൽ യഹൂദ്. ജൂതന്മാരെ, സയനിസ്റ്റുകളെ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സയനിസ്റ്റുകളെ മുസ്ലിം പോരാളികൾ പരാജയപ്പെടുത്തുന്നത് വരെ അന്ത്യദിനം സംഭവിക്കുകയില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അങ്ങനെ ജൂത സയനിസ്റ്റുകൾ അവര് മരത്തിന്റെയും കല്ലിന്റെയും പിന്നിൽ ഒളിച്ചു നിൽക്കും. ആ മരവും കല്ലുമടക്കം ഈ വിശ്വാസിയോട് പറയും, ഇതാ തആൽ, നീ വരൂ, എന്റെ പിന്നിൽ ഇതാ ഒരു സയനിസ്റ്റ് ഒളിച്ചിരിക്കുന്നു, തആൽ ഫഖ്തുൽഹു, അയാളെ നീ ഇല്ലാതാക്ക് എന്ന് പറഞ്ഞാൽ കല്ലും മരവും ഒക്കെ സംസാരിക്കുമെന്നാ പറഞ്ഞത്. കല്ലും മരവും സംസാരിക്കുമെന്ന് പറഞ്ഞാൽ എന്താണത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നറിഞ്ഞുകൂടാ. പക്ഷെ അതിനെങ്ങനെയൊന്ന് വിശദീകരിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും ഗസക്കും ഫലസ്തീനും അനുകൂലമാവുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യം വരാനിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ സയനിസ്റ്റുകളുടെ ക്രൂരത കണ്ട് സഹിക്കവയ്യാതെ ലോക മനസാക്ഷി ഗസക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന കാലം അതിവിദൂരമല്ല. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾ ഫലം കാണുക തന്നെ ചെയ്യും.